കടുകുമണിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. മിഷനെ അറിയുവാൻ, മിഷനെ സ്നേഹിക്കുവാൻ, മിഷണറി ആകുവാൻ സിറോ മലബാർ സഭയുടെ പ്രേക്ഷിത മുന്നണിയായ സെയിന്റ് തോമസ് മിഷണറി സൊസൈറ്റിയുടെ സുവർണ ജൂബിലി സമ്മാനം കടുകുമണി അപ്പസ്തലോയി അയക്കപ്പെട്ടവർ MSTയുടെ മാധ്യമഭാഗമായ ഇമ്പാക്റ്റും ഷാലോം ടിവിയും ചേർന്നൊരുക്കുന്ന ഈ വിശ്വാസ പരിശീലന കളരിയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പ്രിയമുള്ളവരെ, ബൈബിളിൽ ഉടനീളം നാം കാണുന്നത് ഈശോയുടെ കരുണയുടെ മുഖമാണ്. അവിടുന്ന് പാപികളെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നത്, രോഗികളെ സുഖപ്പെടുത്തുന്നത്. വിശുദ്ധയുടെ ജീവിതത്തിലേക്ക് നാം കടന്നു ചെല്ലുമ്പോഴും നാം ദർശിക്കുന്നത് ഇത്തരം കരുണയുടെ മുഖങ്ങളാണ്. എന്തുകൊണ്ടാണ് മദർ തെരേസയെ നാം അഗതികളുടെ അമ്മ എന്ന് വിളിക്കുന്നത്? അമ്മയുടെ കരുണ നിറഞ്ഞ മുഖം കൊണ്ടാണ്. പ്രിയമുള്ളവരെ, ഈ കാരുണ്യ പ്രവൃത്തിയുടെ പ്രാധാന്യം എന്താണ്? എന്തുകൊണ്ടാണ് കരുണയുടെ മുഖം കൊണ്ട് ഒത്തിരി പേരെ വിശ്വാസത്തിലേക്ക് ആനയിക്കുവാൻ നമുക്ക് സാധിക്കുന്നത്? നാം ഈ ദിവസങ്ങളിൽ മിഷൻ പ്രദേശങ്ങളിലൂടെ സന്ദർശിക്കുകയായിരുന്നു, യാത്ര ചെയ്യുകയായിരുന്നു. അവിടെയൊക്കെ നാം കണ്ടത് കരുണ നിറഞ്ഞ സിസ്റ്റേഴ്സിനെയും വൈദികരെയുമാണ്. നമുക്ക് ഈ യാത്ര തുടരാം, മനസ്സിലാക്കാം കരുണയുടെ മുഖത്തിന്റെ പ്രാധാന്യം. ചേരാം കടുകുമണി കൂട്ടുകാരോടൊപ്പം, ജോസച്ചനൊപ്പം. പ്രിയ കടുകുമണി പ്രേക്ഷകരെ, കൂട്ടുകാരെ, പ്രേക്ഷിത യാത്ര തുടരുകയാണ്. മിഷനെ കണ്ട് അനുഭവിച്ച് ഇവിടെ ഈ ക്ലാസ്സിലൂടെ പഠിച്ച കാര്യങ്ങൾ എങ്ങനെ പ്രാവർത്തികമാക്കാം എന്ന് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രഘോഷണത്തിലൂടെ എങ്ങനെയാണ് യേശുവിനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കേണ്ടത് എന്ന് നമ്മൾ കണ്ടു, പഠിച്ചു, അനുഭവിച്ചു. തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒരു പ്രചോദനമാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്നത് കാരുണ്യ പ്രവൃത്തികളിലൂടെ എങ്ങനെയാണ് യേശുവിനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. അനുദിന ജീവിതത്തിൽ കാരുണ്യ പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് യേശു നമുക്ക് നൽകി തന്ന, കാണിച്ചു തന്ന ആ പ്രവൃത്തികൾ എൻ്റെ ജീവിതത്തിലൂടെ മറ്റുള്ളവരിലേക്ക് എങ്ങനെ എത്തിക്കാം എന്നതാണ് നമ്മൾ പഠിക്കുവാൻ പോകുന്നത്, കാണുവാൻ പോകുന്നത്. പ്രിയ കടുകുമണി കൂട്ടുകാരെ, സുഖമാണോ? പ്രേക്ഷിത യാത്ര തുടരുകയാണ് അല്ലേ? പ്രേക്ഷിത യാത്ര തുടരുകയാണ്. പഠിച്ച കാര്യങ്ങൾ എങ്ങനെയാണ് അനുദിന ജീവിതത്തിൽ നമ്മൾക്ക് പ്രാവർത്തികമാക്കാൻ സാധിക്കുന്നത് എന്ന് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് കണ്ടത്? ആരെയാണ് കണ്ടത്? മിഷണറിമാരെ കണ്ടു. പ്രഘോഷണത്തിലൂടെ എങ്ങനെയാണ് യേശുവിനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നത് എന്ന് നമ്മൾ കണ്ടു. ചാക്കോച്ചൻ മൈക്കൊക്കെ പിടിച്ചിരിക്കുകയാണ്. ചാക്കോച്ചൻ്റെ അനുഭവം പറഞ്ഞേ, എന്താണ് കണ്ടത്? എന്താണ് ചാക്കോച്ചനുള്ള അനുഭവം? 2000 വർഷം ക്രിസ്തീയ പാരമ്പര്യമുള്ള നമ്മൾ പ്രാർത്ഥിക്കുന്നതിലും വളരെ തീക്ഷ്ണമായി ആണ് അവർ പ്രാർത്ഥിക്കുന്നത്. അത് എന്നെ വളരെ ആകർഷിച്ചു. ഓക്കെ, തീർച്ചയായിട്ടും നമുക്കറിയാം, നമ്മൾ വടക്കേന്ത്യയിൽ കണ്ടതാണ്, അല്ലെങ്കിൽ ആ മിഷൻ പ്രദേശത്ത് കണ്ടതാണ്. വളരെ ചുരുങ്ങിയ കാലമായിട്ട് യേശുവിനെ അറിയുകയും യേശുവിൻ്റെ വഴിയെ വരാൻ സാധിക്കുകയും ചെയ്തിട്ടുള്ളൂ. പക്ഷേ അവരുടെ തീക്ഷ്ണത, അവരുടെ പ്രാർത്ഥിക്കാനുള്ള തീക്ഷ്ണത, കൗതാശിക ജീവിതത്തിൽ അവരുടെ തീക്ഷ്ണത, ഒന്നിച്ചു വരുന്നു, പ്രാർത്ഥിക്കുന്നു. 2000 വർഷമായിട്ട് ക്രിസ്തീയ വിശ്വാസത്തിൽ ജീവിക്കുന്നവരാണ് നമ്മൾ. പലപ്പോഴും നമുക്കില്ലാത്ത ആ തീക്ഷ്ണത അവർക്ക് കണ്ടു. ചാക്കോച്ചനത് പ്രചോദനമായി അല്ലേ? തീർച്ചയായിട്ടും, വെരി ഗുഡ്. ഇവിടെ ആരാ? ഓക്കെ, മൈക്കൊക്കെ പിടിച്ച് ആൽഫി ഇരിക്കുകയാണ്. ആൽഫിക്ക് എന്താണ് തോന്നിയത് ഇതൊക്കെ കണ്ടിട്ട്? വേറൊരു നാട്ടിൽ ചെന്ന് അവിടെ എതിർപ്പുകളുണ്ടാകും, പിന്നെ ഭാഷ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അതിനെയൊക്കെ ധൈര്യത്തോടെ നേരിട്ടുകൊണ്ട് ഭാഷയൊക്കെ പഠിച്ച് അവർക്ക് സുവിശേഷം പറഞ്ഞു കൊടുക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. അത് ഞങ്ങൾക്ക് ഭയങ്കര പ്രചോദനമായിരുന്നു. തീർച്ചയായിട്ടും നമുക്കറിയാം, വടക്കേ ഇന്ത്യയിൽ അല്ലെങ്കിൽ മഹാരാഷ്ട്രയിൽ സാംഗ്ലിയിലാണ് നമ്മൾ പോയത്. അവിടുത്തെ മറാഠി ഭാഷ, ഈ കേരള മണ്ണിൽ നിന്ന് മലയാളമൊക്കെ അറിയാവുന്ന ആ മിഷണറി, ആ വൈദികൻ അവിടെ ചെല്ലുകയാണ്. അതിനുശേഷം അവരുടെ ഭാഷ, മറാഠി ഭാഷ പഠിച്ചതിന് ശേഷം അവരെ പോലെ ആയിത്തീരും. നമുക്കറിയാം, നമ്മളൊക്കെ സ്കൂളിൽ എത്ര കഷ്ടപ്പെട്ടാണ് ഹിന്ദി പഠിക്കുന്നതെന്നല്ലേ? കഷ്ടപ്പെട്ട് പാസ് മാർക്ക് മേടിക്കുന്നവരാണ്. പക്ഷേ അവിടെ പോയതിന് ശേഷം ആ വയസ്സാം കാലത്ത് ആ ഭാഷ പഠിച്ച് അവരെ പോലെ അവരുടെ കൾച്ചർ, അവരുടെ ജീവിത രീതിയെല്ലാം പഠിച്ചതിന് ശേഷം അവരോട് താഴെ തീർന്ന്, അവരിൽ ഒരുവനായി തീർന്ന് ആ കഷ്ടപ്പാടുകളൊക്കെ സഹിച്ചതിന് ശേഷം അവരോട് യേശുവിനെ പ്രഘോഷിക്കുകയാണ്. തീർച്ചയായിട്ടും അവരിൽ ഒരാളാണ് എന്ന് അവർ മനസ്സിലാക്കി അവർ അംഗീകരിച്ചതിന് ശേഷം മാത്രമേ അവരെ സ്വീകരിക്കുകയുള്ളൂ, ആ മിഷണറിമാരെ സ്വീകരിക്കുകയുള്ളൂ. അതാണ് നമ്മൾ മിഷനിലെ അനുഭവങ്ങൾ എന്ന് പറയുന്നത്. കാരണം അവർക്ക് മനസ്സിലാക്കണം, ഇതൊരു വിദേശിയല്ല, പുറത്തു വന്നല്ല, ഞങ്ങളിൽ ഒരാളെ പോലെയാണ്, ഞങ്ങളെ സ്നേഹിക്കുന്ന ഒരാളാണ് എന്ന് മനസ്സിലാക്കണം. അതിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഭാഷ പഠിക്കുക എന്നുള്ളത്, അവരെ പോലെ ആയിരിക്കുക എന്നുള്ളത്. നമുക്കറിയാം എത്ര സിമ്പിളായിട്ടാണ് ആ അച്ഛൻ ജീവിക്കുന്നത് അല്ലേ? അപ്പോൾ ആ ഭാഷ പഠിച്ചു. തീർച്ചയായിട്ടും പ്രചോദനമാണ്.
പ്രിയ പ്രേക്ഷകരെ, ഇതാണ് ഈ കുഞ്ഞു കടുകുമണികളുടെ പ്രചോദനം അല്ലെങ്കിൽ അനുഭവം. ഈ അനുഭവം നിങ്ങൾക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഇന്ന് നമ്മൾ തിരിച്ചു വരികയാണ്. കാരുണ്യ പ്രവൃത്തിയിലൂടെ എങ്ങനെയാണ് യേശുവിനെ പ്രഘോഷിക്കാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാം, യേശു കരുണയുടെ ഉദാഹരണമാണ്. കരുണ എന്താണ് എന്നുള്ളത് തൻ്റെ ജീവിതത്തിലൂടെ കാണിച്ചു തന്നു. തൻ്റെ ജീവിതത്തിൽ, തൻ്റെ പരസ്യ ജീവിതത്തിൽ കാരുണ്യ പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് ബലഹീനരായിരുന്നവരെ സമീപിച്ചു. പാവപ്പെട്ടവരുടെ ഇടയ്ക്ക്, ചുങ്കക്കാരുടെ ഇടയ്ക്കിലേക്കൊക്കെ ചെന്ന് അവരിലൊരുവനായി അവരെ സംരക്ഷിച്ചു, അവരെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിക്കുകയാണ്. ഇതാണ് കാരുണ്യ പ്രവൃത്തികൾ എന്ന് പറയുന്നത്. സമൂഹത്തിൽ ഉപേക്ഷിക്കപ്പെട്ടവർ, കുഷ്ഠരോഗികൾ, നമുക്കറിയാം, അവരുടെ ജീവിതത്തിൽ നിന്ന്, അവരുടെ ഗ്രാമത്തിൽ നിന്ന്, അവരുടെ ബന്ധുക്കളിൽ നിന്നെല്ലാം അവരെ ദൂരേക്ക് വലിച്ചെറിയുകയാണ്. അങ്ങോട്ട് ആർക്കും പോകാൻ സാധിക്കുകയില്ല, അശുദ്ധരായി പ്രഖ്യാപിക്കുകയാണ്. പക്ഷെ അവരുടെ അടുക്കിലേക്കാണ് യേശുനാഥൻ സ്നേഹത്തോടെ, വാത്സല്യത്തോടെ, കരുണയുമായിട്ട് ചെന്നത്. സമൂഹത്തിൽ പാപിനിയായ സ്ത്രീ എല്ലാവരോടും കൂടി കല്ലെറിഞ്ഞ് കൊല്ലുവാൻ വന്നതാണ്. പക്ഷേ അവളെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിക്കുകയാണ്, ജീവിതത്തിലേക്ക് കൊണ്ടുവരികയാണ്. രോഗിയായി കടന്നവരുടെ ഇടയ്ക്കിലേക്ക് ചെല്ലുകയാണ് യേശുനാഥൻ. അതിനുശേഷം അവരെ തൊട്ട് തലോടി സുഖപ്പെടുത്തി ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതാണ് യേശുനാഥൻ നമുക്ക് നൽകിയ കരുണയുടെ മാതൃക. ഈ കരുണയിലൂടെ നമുക്ക് യേശുവിനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാം. കരുണ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. കരുണയുടെ വക്താക്കളാകണം. ഇതാ ഈ പ്രേക്ഷിത യാത്രയിൽ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് കരുണയിലൂടെ, തൻ്റെ പ്രവൃത്തിയിലൂടെ, കരുണയുടെ പ്രവൃത്തികളിലൂടെ എങ്ങനെയാണ് യേശുവിൻ്റെ സ്നേഹം, യേശുവിൻ്റെ വാത്സല്യം മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നത് എന്ന് നമ്മൾ കാണാൻ പോവുകയാണ്. മിഷൻ പ്രദേശങ്ങളിൽ ഇഷ്ടം പോലെ അനുഭവങ്ങളുണ്ട്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എന്തൊക്കെയാണെന്നറിയാമോ? HIV എയ്ഡ്സ് ബാധിച്ച് അവശരായി കഴിയുന്ന രോഗികളെ സംരക്ഷിക്കുന്ന വൈദികരും സന്യസ്തരും, HIV എയ്ഡ്സ് ബാധിച്ച് അവർക്ക് മക്കൾ HIV പോസിറ്റീവ് അല്ല, പക്ഷെ അവരെ നമ്മൾ പരിപാലിക്കുന്ന, സംരക്ഷിക്കുന്ന വൈദികർ, എത്രമാത്രം സാഹസമാണ് അവരെടുക്കുന്നത്. വീട്ടിൽ പോലും പോകാതെ എന്നും അവരോട് താഴ്ന്നുകൊണ്ട് അവരെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുകയാണ്. രോഗികളായിട്ടുള്ളവരെ സംരക്ഷിക്കുകയാണ്, അവരോട് തായിരിക്കുകയാണ്. അപ്പോൾ നമ്മളിന്ന് അതുപോലെ കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്ന മിഷണറിമാരെയാണ് കാണാൻ പോകുന്നത്. ഇത് കാണുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതാണ്: എങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണ് എനിക്ക് യേശുവിനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നത്? ഞാൻ സ്കൂളിലേക്ക് പോകുമ്പോഴേക്കും, ഞാൻ കടയിൽ പോകുമ്പോഴേക്കും, ഞാൻ പള്ളിയിൽ പോകുമ്പോഴേക്കും ആരെങ്കിലും ഒരാൾ അവശതയിൽ റോഡിൻ്റെ സൈഡിൽ കണ്ടെങ്കിൽ ഒരു കൈ കൊടുക്കുവാൻ വേണ്ടി, അവരെ കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുവരുവാൻ വേണ്ടി, അല്ലെങ്കിൽ എൻ്റെ അടുത്തുള്ള ഇഷ്ടംപോലെ കൂട്ടുകാരുണ്ട്, ഇഷ്ടംപോലെ പേരുണ്ട് ഉപേക്ഷിക്കപ്പെട്ടവർ, വ്യത്യസ്തമായ സാഹചര്യത്താൽ ഉപേക്ഷിക്കപ്പെട്ടവർ. എൻ്റെ വീട്ടിൽ എനിക്ക് ആവശ്യത്തിൽ കൂടുതൽ സമ്പാദ്യമുണ്ട്, എൻ്റെ പപ്പ എനിക്ക് ഇഷ്ടംപോലെ കാശ് തരുന്നുണ്ടെങ്കിൽ അതിലൊരംശം ഇതുപോലെ പാവപ്പെട്ട ഒരാൾക്ക് കൊടുക്കുവാൻ വേണ്ടി, അവരെ സഹായിക്കാൻ വേണ്ടി. ഇതൊക്കെയാണ് കരുണയുടെ വക്താക്കളാകുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. യേശുവിൻ്റെ കരുണയുടെ മുഖങ്ങളാകുന്ന വഴിയായിട്ട് ഈ പഠിച്ച കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയാണ് ചെയ്യുന്നത്. നമുക്കും അതിനുവേണ്ടി ശ്രമിക്കണം. ഇന്ന് നമ്മൾ ഈ പ്രേക്ഷിത യാത്രയിൽ കാണുവാൻ പോകുന്ന മിഷണറിയെ മനസ്സിലാക്കുക, ആ കാരുണ്യ പ്രവർത്തികൾ മനസ്സിലാക്കുക, ആ സന്യസ്തർ ചെയ്യുന്നത്, ആ മിഷണറിയായ വൈദികൻ ചെയ്യുന്ന കാര്യങ്ങൾ പറയുക, മനസ്സിലാക്കുക. അത് നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാകുക. ഇതൊരു ചലഞ്ചാണ് നിങ്ങൾക്കുള്ളത്. കാരണം അനുദിന ജീവിതത്തിൽ നമുക്ക് ഇഷ്ടം പോലെ അവസരങ്ങൾ കിട്ടാൻ പോവുകയാണ് യേശുവിനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ വേണ്ടി. അതിനാൽ നമുക്ക് ഈ പ്രേക്ഷിത യാത്രയിൽ തീഷ്ണതയോടെ മുന്നോട്ട് പോകാം. ഈ മിഷണറിമാരെ കാണാം, പരിചയപ്പെടാം. പ്രിയ പ്രേക്ഷകരെ, ഈ അനുഭവങ്ങൾ നമ്മുടെ സ്വന്തം അനുഭവങ്ങളാക്കാം. ഈ പ്രേക്ഷിത യാത്രയിൽ നിങ്ങളും പങ്കുചേരുക. നമുക്ക് കാണാം, അനുഭവിക്കാം. അത് നമ്മുടെ ജീവിതത്തിൽ, അനുദിന ജീവിതത്തിൽ നമുക്കും പ്രാവർത്തികമാക്കാം. നമുക്ക് ഒരുമിച്ച് ഈ പ്രേക്ഷിത യാത്ര ആരംഭിക്കാം. മിഷനെ അറിഞ്ഞ്, മിഷനെ സ്നേഹിച്ച് നമ്മുടെ പ്രേക്ഷിത യാത്ര തുടരുകയാണ്. പ്രഘോഷണത്തിലൂടെ എങ്ങനെയാണ് യേശുവിന് സാക്ഷികളാകാൻ സാധിക്കുന്നത് എന്ന് നമ്മൾ കണ്ടു. ഇന്ന് നമ്മൾ പഠിക്കുന്നത് കാരുണ്യ പ്രവർത്തികളിലൂടെ എങ്ങനെ യേശുവിന് സാക്ഷികളാകാം എന്നുള്ളതാണ്. അന്ന് യേശുനാഥൻ പറഞ്ഞു, നിങ്ങൾ രോഗിയായിരുന്നു, എന്നെ സന്ദർശിച്ചു. അതെ, രോഗികളെ സന്ദർശിച്ചുകൊണ്ട്, ആ രോഗികളോടൊപ്പമായിരുന്നുകൊണ്ട്, കുഞ്ഞുങ്ങളോടൊപ്പമായിരുന്നുകൊണ്ട് യേശുവിൻ്റെ കരുണയുടെ മുഖങ്ങളാകുന്ന ഒരു ഭവനത്തിലാണ് ഇന്ന് നമ്മളായിരിക്കുന്നത്. ബഹുമാനപ്പെട്ട ജോസച്ച് നമ്മളോടൊപ്പം ഉണ്ട്. ജോസച്ചിനെ സഹായിക്കുവാൻ വേണ്ടി ബഹുമാനപ്പെട്ട മനുവച്ചനുണ്ട്. DSS സന്യാസിനി സമൂഹത്തിലെ സിസ്റ്റേഴ്സുണ്ട്. ഇവർ ദിലാസ ഭവനിൽ MST സമൂഹത്തിൻ്റെ ഖോലാപ്പൂർ ആസ്ഥാനമായിട്ടുള്ള സെൻറ്റ് അൽഫോൻസ റീജിയനിലെ സാംഗ്ലി ജില്ലയിലുള്ള ദിലാസ ഭവനിലാണ്
നമ്മൾ ഇന്നായിരിക്കുന്നത്. ബഹുമാനപ്പെട്ട ജോസച്ചനോടൊന്നായിരുന്നുകൊണ്ട് നമുക്ക് യേശുവിൻ്റെ കരുണയുടെ മുഖങ്ങളായിക്കൊണ്ട് എങ്ങനെ യേശുവിന് സാക്ഷികളാകാം എന്ന് നമുക്ക് കാണാം, പഠിക്കാം. ബഹുമാനപ്പെട്ട ജോസച്ച, കടുകുമണി കൂട്ടുകാരുടെ പേരിൽ ഒത്തിരി സ്നേഹത്തോടെ ഞങ്ങൾ അച്ഛനോടൊത്തായിരിക്കുകയാണ്. ഞങ്ങൾ അറിയേണ്ടത്, മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ഇന്ന് അച്ഛനോടൊത്തായിരുന്നുകൊണ്ട് ഈ ദിലാസ ഭവനിലൂടെ, ഇവിടുത്തെ പ്രവർത്തനങ്ങളിലൂടെ എങ്ങനെയാണ് കരുണയുടെ പ്രവർത്തികൾ വഴിയായിട്ട് എങ്ങനെയാണ് യേശുവിന് സാക്ഷികളാകാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടിയും ഞങ്ങളുടെ കടുകുമണി കൂട്ടുകാർക്ക് വേണ്ടിയും അച്ഛൻ്റെ ആ അനുഭവങ്ങൾ ഞങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കാമോ? ദിലാസ ഭവൻ 2007 ഇവിടെ സാംഗ്ലി മിഷനിൽ സ്ഥാപിതമായി. ഇത് സ്ഥാപിതമാകുവാനുള്ള പ്രധാനപ്പെട്ട കാരണം MST മിഷണറീസ് സാംഗ്ലി മിഷനിൽ ഏതാണ്ട് 25 വർഷത്തോളം സേവനം ചെയ്തു വരുന്നു. എന്നാൽ പ്രധാനമായും ആതുര ശുശ്രൂഷയിലേക്ക് കാൽ വെച്ചിട്ടില്ലായിരുന്നു. എന്നാൽ 2007 MST മിഷണറീസ്, MST ഫാദേഴ്സ് ആതുര ശുശ്രൂഷയിലേക്ക് സേവനം ചെയ്ത് തുടങ്ങാം എന്നുള്ള തീരുമാനമെടുത്തതിൻ്റെ ഫലമായിട്ട് ഇവിടെ ഈ ദിലാസ ഭവൻ സ്ഥാപിതമായി. ഇതിൻ്റെ പിന്നിലത്തെ ഒരു പ്രധാനപ്പെട്ട കാരണം 2005 ഒരു സർവേ നടത്തുകയുണ്ടായി. ബഹുമാനപ്പെട്ട അച്ഛന്മാർ ഇവിടെ സർവേ നടത്തിയതിൻ്റെ ഫലമായി സാംഗ്ലി ജില്ലയിൽ ഏതാണ്ട് 2000-ഓളം എയ്ഡ്സ് രോഗം ബാധിച്ച ആളുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കി. അതിൻ്റെ പരിണതഫലമായിട്ട് ആ സർവേയിൽ നിന്നും വീണ്ടും ഒരു സ്റ്റഡിയും കൂടെ ചെയ്തതിന് ശേഷം മനസ്സിലാക്കുവാൻ സാധിച്ചു, ഏതാണ്ട് 600-ഓളം കുട്ടികൾ അനാഥരായിട്ട് കഴിയുന്നു എന്ന് മനസ്സിലാക്കി. ഈ സാംഗ്ലി ജില്ലയിൽ ഇസ്ലാംപൂർ, ശിരാള, വാൾവ, അതോടൊപ്പം മീറജ്, ജത്ത്, കൗട്ടേമംഗാൾ തുടങ്ങിയ താലൂക്കുകളിൽ പോയി സ്റ്റഡി ചെയ്തതിൻ്റെ ഫലമായിട്ട് ഏതാണ്ട് ഒരു 400-ഓളം കുട്ടികൾ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തുകയുണ്ടായി. അതുകൊണ്ടാണ് അന്നത്തെ അച്ഛൻ സാബു മാപ്രക്കാവിലച്ഛൻ 2007 ഇവിടെ സ്ഥലം മേടിക്കുകയും ഇതുപോലെ ഒരു സ്ഥാപനം തുടങ്ങി ആർക്കും വേണ്ടാത്ത കുഞ്ഞുങ്ങളെ പാർപ്പിക്കുവാനായിട്ടുള്ള തീരുമാനമെടുക്കുകയും ചെയ്തു. ഇതിൻ്റെ പ്രചോദനം കിട്ടിയത് വേറെ ഒരിടത്തുനിന്നുമല്ല, നമ്മുടെ കർത്താവിൻ്റെ തിരുവചനം തന്നെയാണ്. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 40-ാം വാക്യത്തിൽ പറയുന്നത് പോലെ, എൻ്റെ ഏറ്റവും എളിയ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങൾ ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത് എന്നുള്ള ഈശോയുടെ ആ തിരുവചനമാണ് ഇവിടെയുള്ള MST വൈദികർക്ക് ഈ HIV ബാധിച്ച കുട്ടികളെ നോക്കുവാനുള്ള ആതുര ശുശ്രൂഷയിലേക്ക് ഇറങ്ങണം എന്നുള്ള പ്രചോദനം കിട്ടിയത്. അപ്പോൾ ഇവിടെ ഇന്ന് ഈ ദിലാസ ഭവനിൽ ഏതാണ്ട് 54 കുട്ടികളോളമുണ്ട്. 54 കുട്ടികളിൽ 29 പെൺകുട്ടികളും 25 ആൺകുട്ടികളുമായിട്ട് അവരെ പാർപ്പിക്കുന്നു. 2 കൂട്ടർക്കും, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമായിട്ട് സെപ്പറേറ്റ് ഹോസ്റ്റൽ സൗകര്യം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം ഇവരുടെ പ്രവർത്തനങ്ങൾ, ഇവർ ഇവിടെ വന്നപ്പോൾ വളരെ ശാരീരികമായിട്ടും മാനസികമായിട്ടും തളർന്നവരായിരുന്നു. ഒരിറ്റ് സ്നേഹം കിട്ടിയിട്ടില്ല. ഇവർക്ക് മാതാപിതാക്കളില്ല. ഇവരുടെ മാതാപിതാക്കൾ എയ്ഡ്സ് രോഗം ബാധിച്ച് മരിച്ചിരുന്നു. അപ്പോൾ അതിനുശേഷം വീടുകളിൽ ഇവരുടെ ഗ്രാൻഡ് പേരൻസ് മാത്രമേ ഇവരെ നോക്കുവാനായിട്ടുണ്ടായിരുന്നുള്ളൂ. ആ ഗ്രാൻഡ് പേരൻസിന് പോലും ഇവരെ വേണ്ട വിധത്തിൽ ശുശ്രൂഷ ചെയ്യുവാനോ മരുന്നെത്തിച്ചു കൊടുക്കുവാനോ അവർക്ക് കഴിവില്ലായിരുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ ഇവിടെ ഇതുപോലൊരു സ്ഥാപനം തുടങ്ങുകയും കുട്ടികൾക്ക് വേണ്ട രീതിയിൽ സ്നേഹവും പരിചരണവും കൊടുക്കുവാനും അതോടൊപ്പം നല്ല താമസ സൗകര്യം കൊടുക്കുവാനും നല്ല ഭക്ഷണം, അതായത് ന്യൂട്രീഷ്യസ് ഫുഡ് കൊടുക്കുവാനും റെഗുലറായിട്ട് ചെക്കപ്പ് നടത്തി എല്ലാ ദിവസവും തന്നെ ഡോക്ടേഴ്സും നേഴ്സുമാരും ഇവിടെ എത്തുകയും ഈ കുട്ടികളെ പരിശോധിക്കുകയും അതിൻ്റെ ഫലമായിട്ട് റെഗുലറായിട്ടുള്ള മരുന്ന് കൊടുത്ത് ഇവരെ ആരോഗ്യവാന്മാരാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഇവർക്ക് ഇവിടെ താമസ സൗകര്യം നല്ലത് കൊടുക്കുന്നു, ഭക്ഷണ സൗകര്യം നല്ലത് കൊടുക്കുന്നു, ഭക്ഷണം കൊടുക്കുന്നു. അതോടൊപ്പം സ്കൂളിൽ വിട്ട് പഠിപ്പിക്കുന്നു, കളിക്കുവാനുള്ള സൗകര്യം കൊടുക്കുന്നു. ശാരീരികവും മാനസികവുമായിട്ടുള്ള വളർച്ചയ്ക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും
നമ്മൾ ചെയ്തു കൊടുക്കുകയാണ്. പല പ്രവർത്തനങ്ങളും ഇവിടെ 5 വയസ്സ് തൊട്ട് ഏതാണ്ട് 18 വയസ്സ് വരെയുള്ള കുട്ടികളെയാണ് ഇവിടെ നമ്മൾ പരിപാലിച്ചു കൊണ്ടുപോരുക. അപ്പോൾ ഈ കുട്ടികൾക്ക് വേണ്ട പഠിക്കുവാനുള്ള സൗകര്യങ്ങൾ, അതോടൊപ്പം ഡ്രോയിങ്, പല രീതിയിലുള്ള ടാലൻസ് ഉള്ള കുട്ടികളുണ്ട്. സംഗീതം പഠിപ്പിക്കുന്നുണ്ട് ഇവരെ. അതുപോലെ തന്നെ ഡ്രോയിങ് ചെയ്യുവാനുള്ള കഴിവുള്ളവർക്ക് ഡ്രോയിങ് ചെയ്യുവാനായിട്ടുള്ള പരിശീലനം നമ്മൾ കൊടുക്കുന്നു. അതോടൊപ്പം ഡാൻസ്, മറ്റ് കലാപരമായിട്ടുള്ള കഴിവുകളെല്ലാം വളർത്തുന്നതിന് വേണ്ടി കായിക മത്സരങ്ങൾ നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട് ഈ കുട്ടികൾക്ക് വേണ്ടി. അതോടൊപ്പം വർഷത്തിൽ 2 തവണ ഇവർക്ക് ഒരു മനോരഞ്ജനം കിട്ടുവാൻ വേണ്ടി ഇവരെ പുറത്ത് കൊണ്ടുപോയി ഒരു ട്രിപ്പ്, അതായത് ടൂറ് സംഘടിപ്പിക്കാറുണ്ട് ഈ കുട്ടികളെ കൊണ്ട് പോയി. അങ്ങനെ എല്ലാ തരത്തിലും ശാരീരികവും മാനസികവുമായ ഇവരുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ട്രെയിനിങ് പ്രോഗ്രാംസും ഞങ്ങൾ ചെയ്തു കൊടുക്കുകയാണ്. ഇവിടെ MST ഫാദേഴ്സിനെ സഹായിക്കുവാനായിട്ട് DSS സിസ്റ്റേഴ്സ്, പട്ടുവം സിസ്റ്റേഴ്സ് എന്നറിയപ്പെടുന്നു, DS സിസ്റ്റേഴ്സ് 3 പേര് ഇവിടെയുണ്ട്. അതോടൊപ്പം എന്നെ സഹായിക്കുവാനായിട്ട് അസിസ്റ്റൻറ്റ് ഫാദർ മനു അച്ഛനുണ്ട്. അതോടൊപ്പം ബ്രദേഴ്സുണ്ട്, റീജൻസിക്ക് വരുന്ന ബ്രദേഴ്സ് സഹായിക്കുന്നുണ്ട്. അതോടൊപ്പം മറ്റ് 16 സ്റ്റാഫ് ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് എല്ലായ്പ്പോഴും വേണ്ടത്ര ശ്രദ്ധ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് 16ഓളം സ്റ്റാഫ് ഉണർന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനോടൊപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സാംഗ്ലി ജില്ലയിൽ മീറജ് ടൗൺ കേന്ദ്രമാക്കിയും ഇസ്ലാംപൂർ ടൗൺ കേന്ദ്രമാക്കിയും നമ്മൾ ഔട്ട്റീച്ച് വർക്കേഴ്സിനെ അറേഞ്ച് ചെയ്ത് ഏതാണ്ട് 18ഓളം ജോലിക്കാർ 8 താലൂക്കുകളിലായിട്ട് ജോലി ചെയ്തു വരികയാണ്. എന്താണ് എയ്ഡ്സ് രോഗികളെ തേടിപ്പിടിച്ച് ഇപ്പോഴും മരുന്നും സപ്പോർട്ടും കിട്ടാതെ വലയുന്ന രോഗികളെ നമ്മൾ കണ്ടുപിടിച്ച് അവർക്ക് മരുന്നെത്തിച്ചു കൊടുക്കുകയും സൈക്കോ സോഷ്യൽ സപ്പോർട്ട് നൽകുകയും ചെയ്തു വരുന്നു. അങ്ങനെ ഏതാണ്ട് ഈ 8 താലൂക്കുകളിലായിട്ട് ഏതാണ്ട് 1200ഓളം രോഗികളെ നമ്മൾ ഇന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. ആ രോഗികൾക്ക് വേണ്ട എല്ലാവിധ പരിചരണങ്ങളും നമ്മൾ ജോലിക്കാരെ വെച്ചും ഞങ്ങൾ നേരിട്ടും ഈ രോഗികളെ മാറ്റി സമ്പർക്കത്തിൽ ഏർപ്പെട്ട് അവരെ ആശുപത്രികളിൽ എത്തിച്ച് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ വീണ്ടും അവർക്ക് മെഡിക്കൽ ക്യാമ്പുകൾ ഞങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം ന്യൂട്രീഷ്യസ് ഫുഡ് വിതരണം ചെയ്യുന്നുണ്ട്. അവരുടെ മക്കളെ പഠിപ്പിക്കുവാനുള്ള വേണ്ട രീതിയിലുള്ള സഹായങ്ങൾ ചെയ്തു വരുന്നു. അങ്ങനെ ഈ മേഖലയിൽ HIV ബാധിച്ച രോഗികൾ നമ്മൾ കണ്ടെത്തി അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്ത് ആരാരുമില്ലാത്ത കുഞ്ഞുങ്ങളെ ഇവിടേക്ക് നമ്മൾ ക്ഷണിക്കുകയും ഡോക്ടേഴ്സും മറ്റ് സാമൂഹ്യ പ്രവർത്തകരും ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ, ആരാരുമില്ലാത്ത കുഞ്ഞുങ്ങളെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഞങ്ങളെ അറിയിക്കുകയും അങ്ങനെ അവരുടെ എല്ലാവിധ ഫാമിലിയും ബാക്ക്ഗ്രൗണ്ടും മറ്റ് ഡോക്യുമെൻസും എല്ലാം സ്റ്റഡി ചെയ്തതിന് ശേഷം ഈ കുഞ്ഞുങ്ങളെ ഇവിടെ വളർത്തുകയും ഈ കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു ഭാവി കൊടുക്കുവാനുമായിട്ട് ഞങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. കൂടാതെ ഞങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് ഈ കുഞ്ഞുങ്ങൾക്ക് ഈശോയുടെ കരുണയുടെ മുഖം അവർക്ക് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഈശോയുടെ കാരുണ്യത്തിൽ ഏർപ്പെട്ടുകൊണ്ട് കാരുണ്യ പ്രവർത്തികളിൽ മുഴുകുമ്പോഴാണ് ഞങ്ങൾക്ക് സന്തോഷം കിട്ടുക. ഞാൻ വൈദികനായിട്ട് ഇന്ന് 25 വർഷം പൂർത്തീകരിച്ചുകൊണ്ട് ജൂബിലി വർഷത്തിലാണ്. ഈ ജൂബിലി വർഷത്തിൽ ഞാൻ പലയിടങ്ങളിൽ MST സമൂഹം, MST അധികാരികൾ എന്നെ പല സ്ഥലങ്ങളിൽ നിയമനം നൽകിയിട്ടുണ്ട്. എന്നാൽ ഈ 25 വർഷത്തിനോടിടയിൽ ഏറ്റവും ആനന്ദവും സന്തോഷവും പകരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ കുഞ്ഞുങ്ങൾക്ക് സ്നേഹം പകർന്നു കൊടുക്കുമ്പോഴും ഈ കുഞ്ഞുങ്ങളെ സഹായിക്കുമ്പോഴും ഈ കുഞ്ഞുങ്ങൾ കരയുമ്പോൾ അവരെ ആശ്വസിപ്പിക്കുമ്പോഴും യേശുവിൻ്റെ ആ മിഷനിൽ ചേർന്നുകൊണ്ട് ഇതാണല്ലോ ശരിക്കുമുള്ള മിഷൻ പ്രവർത്തനമെന്ന് ഞാൻ ചിന്തിച്ചു പോയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളുടെ ഈ രാവിലെ മുതൽ ഉള്ള പ്രവർത്തനങ്ങളിൽ ഈ കുഞ്ഞുങ്ങൾ സഹകാരികളാവുകയാണ്. ഈ കുഞ്ഞുങ്ങൾ രാവിലെ 6 മണിക്ക് ഉണർന്നു കഴിഞ്ഞാൽ 6:45 പള്ളിയിൽ വരികയും ഞങ്ങൾ ഒരു നിർബന്ധവും ചെലുത്തേണ്ട ആവശ്യമില്ല. ഞങ്ങൾ മുതിർന്നവരായ ഞങ്ങൾ ഇവിടെ എങ്ങനെ ജീവിക്കുന്നു അത് കണ്ട് ഈ കുഞ്ഞുങ്ങൾ പഠിക്കുവാനുള്ള താല്പര്യം കാണിക്കുകയും
അവർ നന്നായിട്ട് സജീവമായിട്ട് പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയും പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും അതോടൊപ്പം മറ്റ് പ്രവർത്തന രംഗങ്ങളിലെല്ലാം അവർ സജീവമായിട്ട് ചേർന്ന് സഹായിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ കുഞ്ഞുങ്ങളിലൂടെ ഞങ്ങൾ ആനന്ദം കണ്ടെത്തുകയാണ്. ഈ കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്ന വഴി യേശുവിൻ്റെ സ്നേഹം പങ്കുവെച്ചു കൊടുക്കുന്നതിലാണ് ഞങ്ങൾക്ക് സന്തോഷം. बेटा नाम क्या है? अक्षय कुमार बबन चौगले। अच्छा अच्छा नाम है, अच्छा नाम है। अगरबत्ती सब बनाओगे आप? हाँ ഓ ടീക്ക്. പ്രിയ കടുകുമണി പ്രേക്ഷകരെ, നാം ഇന്നായിരിക്കുന്നത് അക്ഷയകുമാറിൻ്റെ ഭവനത്തിലാണ്. സാംഗ്ലി മിഷൻ സൊസൈറ്റിയിലെ ബഹുമാനപ്പെട്ട ജോബിച്ചൻ്റെ നേതൃത്വത്തിൽ യേശുവിൻ്റെ കരുണയുടെ മുഖങ്ങളാകുന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ ഭവനം. നമുക്കറിയാം, യേശുനാഥൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പിതാവിനെ പോലെ കരുണയുള്ളവരായിരിക്കുവാനാണ് യേശുനാഥൻ നമ്മളെ പഠിപ്പിച്ചത്. ആ ആഹ്വാനം സ്വീകരിച്ച് ഈ ഭവനത്തോടത്തായിരിക്കുകയാണ് ബഹുമാനപ്പെട്ട ജോബിച്ചനും ടീമും സാംഗ്ലി മിഷൻ സൊസൈറ്റിയിലൂടെ. ഈ ഭവനത്തിലെ ഈ അക്ഷയകുമാർ നടക്കുവാൻ പോലും കഴിയാത്ത ഏക മകനാണ് ഈ ഭവനത്തിലെ. വ്യത്യസ്തമായ കാരണങ്ങൾ കൊണ്ട് കുടുംബനാഥൻ ഭവനത്തിൽ നിന്ന് അകന്നു പോവുകയാണ്. ഈ അമ്മ ഒറ്റയ്ക്ക് ഈ കുഞ്ഞിനെ തോളിൽ ചുമന്നുകൊണ്ട് ആവശ്യങ്ങൾക്ക് വേണ്ടി പോവുകയും എല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് യേശുവിൻ്റെ കരുണയുടെ മുഖമായിക്കൊണ്ട് പ്രേക്ഷിതരായ ബഹുമാനപ്പെട്ട ജോബിച്ചനും ടീമും ഈ ഭവനത്തിലേക്ക് കടന്നു വരുന്നത്. ഇവിടെ വരികയും ഈ ഭവനത്തിൻ്റെ അവസ്ഥ കണ്ട് മനസ്സിലാക്കി ഈ അക്ഷയകുമാറിന് മനോഹരമായ ഒരു വീൽ ചെയർ മേടിച്ചു കൊടുക്കുകയാണ്. ഈ അമ്മയ്ക്ക് ആശ്വാസമാകുകയാണ്. കഷ്ടപ്പെട്ട് ചുമന്ന് ആവശ്യങ്ങൾ നടത്തിയിരുന്ന അമ്മ ഇന്ന് ഈ കുഞ്ഞിനെ ഈ വീൽ ചെയറിലിരുത്തി സ്വസ്ഥമായിട്ട് യാത്ര ചെയ്യുവാനും മറ്റു ജോലികളിൽ ഏർപ്പെടാൻ സാധിക്കുകയാണ്. ഈ ഭവനം നമുക്കറിയാം, സാമ്പത്തികമായി തീരെ പിന്നോക്കാവസ്ഥയിലായിരുന്നപ്പോൾ പോലും ഇവരെ മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അഗർബത്തി ഉണ്ടാക്കുന്ന, സാമ്പ്രാണിത്തിരി ഉണ്ടാക്കുന്ന മനോഹരമായ ഒരു മെഷീൻ മേടിച്ചു കൊടുത്തിരിക്കുകയാണ്. ഇവർ രണ്ടുപേരും കൂടെ ഇവരുടെ പ്രയത്നഫലമായിട്ട് സാമ്പ്രാണിത്തിരി ഉണ്ടാക്കി അത് വിറ്റ് അതുവഴിയായിട്ട് സാമ്പത്തികമായി ഇന്ന് ഉയർന്ന നിലയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇതാണ് യേശുവിന് സാക്ഷികളാകുന്നതിൻ്റെ ഉത്തമ ഉദാഹരണം. സാംഗ്ലി മിഷൻ സൊസൈറ്റിയിലെ ബഹുമാനപ്പെട്ട ജോബി അച്ഛൻ്റെ നേതൃത്വത്തിൽ യേശുവിൻ്റെ കരുണയുടെ മുഖങ്ങളാകുന്ന കാരുണ്യ പ്രവൃത്തികളുടെ എങ്ങനെയാണ് യേശുവിന് സാക്ഷികളാകാൻ സാധിക്കുന്നത് എന്ന് നമുക്ക് കാണിച്ചു തരികയാണ്. നമുക്കറിയാം, നമുക്ക് ഈ അമ്മച്ചിയോട് ചോദിച്ചു നോക്കാം, എങ്ങനെയാണ് യേശുവിൻ്റെ കരുണയുടെ മുഖം ജോബിച്ചനിൽ ഇവർ കണ്ടത് എന്ന് നമുക്ക് ഈ ചേച്ചിയോട് തന്നെ ചോദിച്ചു നോക്കാം. भाई फादर लोग इधर आए हैं, आपके साथ आए हैं और आपके साथ देखो ये मशीन खरीद कर दिया है, व्हीलचेअर खरीद कर दिया है, आपको क्या लगता है ये सब देखिए? शाळा चालू व्हायच्या आधी किंवा ह्याचं शाळेत नाव घालायच्या आधी आम्ही फक्त वडिलांच्यावर किंवा सासऱ्यांच्यावरच अवलंबून होतो. शाळा चालल्यावर सुरुवातीला फादरांनी आम्हाला ही मशीन दिली. त्यानंतर शाळेच्या ज्या ज्या सुविधा निघत गेल्या, निरमा, एरियल, फिनेल, कुंकवाचे करंट, रांगोळी छाप, अगरबत्ती, सेंट करणे, असे सगळे संस्थेकडनं आम्हाला म्हणजे काय म्हणतात त्याला ट्रेनिंग देऊन मार्गदर्शन त्यांनी करत होते. मी इथं गावात सगळ्यांनी सांगायचं, त्यांच्याकडनं ऑर्डर घ्यायचं, त्याप्रमाणे त्यांना तिकडे फोन करून त्यांच्याकडनं मागवून घ्यायचं. असं करून मी आता म्हणजे स्वतःच्या पायावर बऱ्यापैकी उभे राहील. म्हणून फादरांचं किंवा संस्थेचं मी आभार मानते. आता मला अक्षयसाठी तोंड पसरायला लागत नाही किंवा मला हे तुम्ही द्या असं म्हणायला लागत नाही कोणाला. പ്രിയ കടുകുമണി കൂട്ടുകാരെ, പ്രേക്ഷകരെ, യേശുവിൻ്റെ കരുണയുടെ മുഖം നാം ഒരിക്കൽ കൂടെ കാണുകയാണ്, മനസ്സിലാക്കുകയാണ്. ബഹുമാനപ്പെട്ട ജോബി അച്ഛൻ്റെ നേതൃത്വത്തിൽ ഇതുപോലെ
തീർത്തും അവശരായി കിടന്ന പല കുട്ടികളെയും അവരുടെ ആ കരുണയുടെ കരസ്പർശം വഴിയായിട്ട് ഇന്ന് ഏറ്റു നടക്കുന്നു. യേശുവിന് സാക്ഷി നൽകുവാൻ പറ്റിയ ഏറ്റവും നല്ല ഉദാത്തമായ ഉദാഹരണമാണ് നാം ഇവിടെ കാണുന്നത്. യേശുനാഥൻ പറഞ്ഞതുപോലെ ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. ഇതാ രോഗിയായ അനേകം കുട്ടികളെ ഇതുപോലെ സാംഗ്ലി മിഷൻ സൊസൈറ്റിയിലെ പ്രേക്ഷിതർ സന്ദർശിക്കുകയും യേശുവിൻ്റെ കരുണയുടെ മുഖം അവരെ കാണിച്ചു കൊടുക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്കെല്ലാവർക്കും പ്രചോദനമാണ്. നമുക്കും ഇത് അനുകരിക്കാം. പ്രിയ കടുകുമണി കൂട്ടുകാരെ, എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ യാത്രയൊക്കെ? നമ്മൾ പ്രേക്ഷിത സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുകയായിരുന്നല്ലോ. എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒക്കെ? നിങ്ങൾ ഹാപ്പി ആണോ? ഒരു ചെറിയ സങ്കടം ഉണ്ടല്ലേ, ഈ പാവപ്പെട്ടവരെയും നിരക്ഷരായൊക്കെ കണ്ടപ്പോൾ ചെറിയൊരു സങ്കടം തോന്നി അല്ലേ? ശരിക്കും നമ്മുടെ ഈ മിഷണറിമാരായ അച്ഛന്മാരും സിസ്റ്റേഴ്സും ഒക്കെ ചെയ്യുന്നത് കാരുണ്യ പ്രവൃത്തിയാണ്. ഈശോയുടെ കരുണയുടെ ആ ഒരു മുഖം മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നമുക്ക് ചിലപ്പം ഒരു പരിധി വരെ അവിടെ ചെന്ന് പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കുന്ന വരത്തില്ല. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റും, നമുക്ക് പ്രാർത്ഥനയിലൂടെ അവരെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കും. പ്രിയമുള്ളവരെ, ഈശോ തൻ്റെ പരസ്യ ജീവിതകാലത്ത് നൽകിയ മാതൃകയാണ് ഇന്ന് ഈ മിഷണറിമാർ തുടർന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കും ഇവരോടൊപ്പം ചേരാം പ്രാർത്ഥനയിലൂടെ. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. കൂട്ടുകാരൊപ്പം പാഠം പഠിക്കാം, പ്രേക്ഷിത പാതകളറിയാം, പ്രേക്ഷിത വയലിൽ വേലകൾ ചെയ്യാൻ നാഥനോടൊപ്പം പോകാം. ഭൂമിയിലെങ്ങും സാക്ഷികളാകാൻ അയക്കപ്പെട്ടവർ നാം. കടുകുമണി അപ്പോസ്തലോയ് ലവ് ദ മിഷൻ, കടുകുമണി അപ്പോസ്തലോയ് ലവ് ദ മിഷൻ, കടുകുമണി അപ്പോസ്തലോയ് ഫോർ ദ മിഷൻ.